രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. ഉറക്കമുണർന്ന വംശിയുടെ കണ്ണുകൾ ആദ്യം തേടിപ്പോയത് തൊട്ടടുത്ത് കിടന്നവളെയാണ്. അവളെ അവിടെ കാണഞ്ഞതും അവൻ ചാടിപ്പിരണ്ട് എഴുന്നേറ്റു. കണ്ണുകൾ ആദ്യം തേടിപ്പോയത് പിന്നെ ക്ലോക്കിനെയും. മണി 2 താൻ ഇത്രയും നേരം കിടന്നുറങ്ങിയോ എന്നുള്ള സംശയത്തിൽ അവൻ മുടിയാകെ കോതി ബണ്ണ് ചെയ്തുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് പോയി. എടുപിടിയെന്ന് ഫ്രഷ് ആയിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അവൻ ആദ്യം നോക്കിയത് വാതിലിലേക്കാണ്. ഡോറ് ക്ലോസ്ഡ് ആണ്. ചാവിയും ഹാങ് ചെയ്ത് കിടക്കുന്നു. നെടുവീർപ്പോടെ അവന്റെ കണ്ണുകൾ ചുറ്റും പരതി. അവിടെ എങ്ങും ആളെ കാണാതെ നേരെ കിച്ചണിലേക്ക് കയറുമ്പോൾ കാണുന്നത് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്നവളെയാണ്. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തന്നെ പിന്നിലേക്ക് പോയി ഒട്ടിപ്പിടിച്ചു നിന്നു. വിശക്കുന്നില്ലേ നിനക്ക്? എന്താ ഞാൻ ഓർഡർ ചെയ്യേണ്ടത്? കണ്ണടച്ചുകൊണ്ട് തന്നെ അവളുടെ തോളിലേക്ക് ചാരിയുള്ള ചോദ്യത്തിൽ പെണ്ണൊന്ന് പിടഞ്ഞു. ശരീരമാകുന്ന പായുന്ന വെപ്രാളത്തിൽ അവനോട് എന്തു മറുപടി പറയണം എന്നറിയാതെ തല ചരിച്ചു നോക്കാൻ ശ്രമിക്കുമ്പോഴും തന്റെ തോളിൽ താടി കുത്തി നിൽക്കുന്നവന്റെ ഭാരത്തിൽ അവൾക്കൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. വിച്ചേട്ടാ, മാറിക്കേ. നിഷേധാർത്ഥത്തിൽ ഉള്ള മൂളലിനൊപ്പം അവന്റെ കൈകളും അവളെ ചുറ്റിവരിഞ്ഞു. അതോടെയായതും പെണ്ണിന്റെ പിടപ്പ് കൂടി. വിച്ചേട്ടാ, എന്തായി കാണിക്കുന്നേ? അവന്റെ കൈയുടെ കുരുക്കഴിക്കാൻ നോക്കിയിട്ട് അത് കൂടുതൽ ശക്തിയിൽ മുറുകിയതല്ലാതെ അല്പം പോലും അയഞ്ഞില്ല. അവസാനം തളർന്നുകൊണ്ട് അവള് കയ്യിൽ പിടിച്ച് വലിക്കുന്നത് നിർത്തി. കഴിഞ്ഞോ നിന്റെ കസർത്ത്? അവളുടെ തോളിൽ താടി കൊണ്ട് ഉരസി കണ്ണു തുറക്കാതെ അവൻ ചോദിച്ചു. മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടടി. രാത്രി എന്തെങ്കിലുമൊക്കെ കടിച്ചു പറിച്ച് തിന്നേ പറ്റൂ. 3-4 ദിവസമായി ആഹാരം കണ്ടിട്ടില്ല. അതുകൊണ്ട് വയറിന്റെ കടം ബാക്കിയുണ്ടേ. പറഞ്ഞുകൊണ്ട് അവൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് മുന്നില് അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. ഒരു പുരികം മാത്രം ഉയർത്തി സംശയത്തോടെ പെണ്ണിനെ നോക്കിക്കൊണ്ടവൻ പാത്രങ്ങൾ മെല്ലെ തുറന്നു നോക്കി. ചോറ്, ചമ്മന്തി, തോരൻ, പപ്പടം. നീ ഉണ്ടാക്കിയതാണോ അതോ ഓർഡർ ചെയ്തോ? അറിയാമായിരുന്നെങ്കിലും അവളെ തെറിച്ചു നിർത്തി അങ്ങനെ ചോദിക്കുമ്പോൾ ആ മുഖത്ത് നിറഞ്ഞ സന്തോഷത്തിൽ ദേഷ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവളാണ് അതെല്ലാം ഉണ്ടാക്കിയതെന്ന്. ഓ, അപ്പോ നീ നിനക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലേ? ഓക്കെ, ഗുഡ്. എങ്കിൽ പിന്നെ നീ ഇത് കഴിച്ചോ. ഞാൻ എനിക്കുള്ള ഫുഡിന് ഓർഡർ കൊടുത്തോളാം. ചുണ്ടിന്റെ കോണിൽ വിടർന്ന പുഞ്ചിരിയെ അവളിൽ നിന്ന് മറച്ചുകൊണ്ട് ആ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടവൻ അല്പം മുന്നിലേക്ക് പോയതുമല്ല, ഇട്ടിരുന്ന സ്ലീവ്ലെസ് ടീഷർട്ടിൽ പിടിച്ചുകൊണ്ടവൾ അതുപോലെ അവനെ തന്റെ അടുത്തേക്കാക്കി. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡല്ല. പറയുമ്പോൾ പെണ്ണിന്റെ മുഖത്ത് ദേഷ്യമായിരുന്നെങ്കിലും കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് സങ്കടമായിരുന്നു. എങ്കിൽ പിന്നെ നീ നിന്റെ ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാകും. അവളെ ചൊടിപ്പിച്ചുകൊണ്ടുള്ള അടുത്ത വർത്തമാനം കൂടി കേട്ടതും പെണ്ണവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അടുക്കളയിൽ നിന്നിറങ്ങി. ഇങ്ങനെ കോമരം തുള്ളി നീ എങ്ങോട്ട് പോകുവാടി? ദേഷ്യത്തിൽ പാഞ്ഞു പോകുന്നവളെ പിന്നാലെ ചെന്ന് പിടിച്ചവൻ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. അതൊക്കെ ചോദിക്കാൻ ഇയാൾ ആരാ? അല്ലെങ്കിൽ തന്നെ ഇയാൾക്ക് എന്താ? അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഇതിനകത്ത് പൊന്നുമോൾ വന്ന് കയറരുതായിരുന്നു. ദേഷ്യം കാണിച്ചവന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറയുന്നവളെ അത്രയും ഇഷ്ടത്തോടെ വംശി നോക്കി നിന്നു. ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട് വരരുതായിരുന്നു എന്ന്. പറയുമ്പോൾ അവളുടെ ശബ്ദം എവിടെയൊക്കെയോ ചിലമ്പിച്ചുപോയി. ഓ, അങ്ങനെയാണോ? നിനക്ക് അങ്ങനെ തോന്നുന്നോ? പെണ്ണിനെ പിന്നെയും അടക്കി നിർത്താൻ പാടുപെട്ടുകൊണ്ടുള്ള വംശിയുടെ ചോദ്യത്തിൽ ഈ പ്രാവശ്യം അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. എന്തിനാ ഈ സങ്കടം? തന്റെ നെഞ്ചിൽ കിടന്ന് തല്ലി വെക്കുന്നവളെ അതുപോലെ പൊക്കിയെടുത്ത് ടേബിളിന് മുകളിൽ കൊണ്ടുപോയിരുത്തി ആ 2 കൈയും പിന്നിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്തിനാണെന്ന് വിച്ചേട്ടൻ അറിയില്ലേ? നോണയാ, വിച്ചേട്ടനൊക്കെ അറിയാം. പെണ്ണ് പിന്നെയും പിണങ്ങി. എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് നീ തന്നെ പറയണം. അവന്റെ ആ പറച്ചിൽ സിദ്ധി പെട്ടെന്ന് അവനെ നോക്കി. ആ കണ്ണുകൾ തന്റെ കണ്ണുകളിൽ മാത്രമാണ്. മുഖത്താണെങ്കിൽ ആവശ്യമില്ലാത്ത ഗൗരവം. അതൊക്കെ ഞാൻ വിച്ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണ്.
അവൾ അങ്ങനെ പറഞ്ഞതും ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത സന്തോഷമായിരുന്നു വംശിയുടെ മുഖത്ത്. അത് ആ മുഖത്തിന്റെ തെളിച്ചം കണ്ടപ്പോൾ അവൾക്കും മനസ്സിലായി, എന്തൊരു വാശിയാണോ ആവോ. ഹും, അതുകൊണ്ടടി ഞാൻ വംശിയായത്. ആത്മകഥം പോലെയാണ് പറഞ്ഞതെങ്കിലും അവനത് കേട്ടെന്ന് മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലായി. ആദ്യത്തെ പ്രശ്നമൊക്കെ ഒഴിഞ്ഞ് ആഹാരമെടുത്ത് ടേബിളിൽ വെച്ചപ്പോഴാണ് അടുത്ത പ്രശ്നം. അവൻ ആ സമയത്ത് ആർക്കൊക്കെയോ കുറെ മെയിൽ അയക്കാനുണ്ടെന്ന് പോലും. ആ നേരം വരെ അവന്റെ ഫോണിലേക്ക് വന്ന 50 കോളെങ്കിലും പാർത്തന്റെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാത്തവന് അവൾ ആഹാരം വിളമ്പി വെച്ച നേരത്തെ പിന്നെ പെട്ടെന്ന് ഇല്ലാത്ത ധൃതിയായി. ഇതൊന്ന് കഴിച്ചിട്ട് ചെയ്താ പോരെ വിച്ചേട്ടാ. വിശക്കുന്നു എന്ന് പറഞ്ഞവൻ ആഹാരം നോക്കാതെ പോലും ലാബിലോട്ട് കണ്ണു നട്ടിരിക്കാൻ തുടങ്ങിയതും പെണ്ണ് വല്ലാത്ത വിമിഷ്ടത്തോടെ വിളിച്ചു, സോറി, ജോലി ഈസ് ഫസ്റ്റ്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ കഴിച്ചോ. എന്തായാലും എന്റെ ഈ ജോലി തീർണമെങ്കിൽ 2-3 മണിക്കൂർ പിടിക്കും. ഞാൻ അതിനുശേഷം വല്ലതും കഴിച്ചോളാം. ഏ, 2-3 മണിക്കൂറോ? അതുവരെ അപ്പൊ വിച്ചേട്ടന് പട്ടിണി ഇരിക്കാൻ വേണ്ടിട്ടാണോ? ഇരിക്കാതെ തരമില്ലല്ലോ ധാത്രിക്കുട്ടി. അതല്ല, ഞാൻ വിശന്നിരിക്കുന്നത് നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ വാരി തന്നോളൂ. ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. വളരെ കൂളായി പറയുന്ന അവന്റെ വാക്കുകളിൽ ഞെട്ടിത്തരിച്ചിരുന്നു പോയി സിദ്ധി. അവൾക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായി കാണാതിരുന്ന വിശപ്പാണ് ഇപ്പോൾ വണ്ടിയും പിടിച്ചു വന്ന് കയറിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടും ആഹാരം കഴിക്കാതെ ഒരുവൻ മുന്നിലിരിക്കുന്നു. കുറച്ചു നേരം മുന്നിൽ വിളമ്പി വച്ചിരിക്കുന്ന ആഹാരത്തിലേക്കും ജോലി ചെയ്യുന്നവരിലേക്കും അവൾ കണ്ണു മാറി മാറി പായിച്ചു. അവസാനം അവൾ രണ്ടും കൽപ്പിച്ച് പ്ലേറ്റ് കയ്യിലേക്ക് എടുത്തു. ഒപ്പം എടുത്തു വെച്ചിരുന്ന കറികളിൽ നിന്നെല്ലാം കുറേശ്ശെ അതിലേക്ക് പകർത്തി അവനരികിലേക്ക് വന്നിരുന്നു. ഇടം കണ്ണാലെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നവന്റെ മുഖം ഒന്ന് വിടർന്നു. ചുണ്ടിൽ പടർന്നു തുടങ്ങിയ പുഞ്ചിരി അവൾ കാണാതിരിക്കാൻ വേണ്ടി മാത്രം വെറുതെ മുഖത്തൂടെ കൈവച്ചൊന്ന് തടവി. കറികളിൽ നിന്നെല്ലാം കുറേശ്ശെ പകർന്നെടുത്ത് കൊച്ചു കുഞ്ഞിനെ കൊടുക്കും പോലെ കുഞ്ഞുരുള അവന്റെ വായിലേക്ക് നീട്ടുമ്പോൾ അവളുടെ കൈ നല്ലോണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചുണ്ടിനേക്കടുത്തെത്തിയ ചോറ്, ആ കുഞ്ഞുരുള ചോറ് കണ്ടതും വംശി അത് വളരെ സാധാരണ പോലെ വായി തുറന്നു വാങ്ങി. അവന്റെ ആ ഇരിപ്പും കഴിപ്പും കണ്ടതും അവളും പതിയെ സ്വസ്ഥമായി. എന്നാൽ അവളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന ഓരോ ഉരുളയും അത്രയ്ക്ക് സാധോടെ കഴിച്ചുകൊണ്ടിരുന്നവൻ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും അവനിൽ തീർത്ത സങ്കടത്തെ ആ ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു കളയുകയായിരുന്നു. ഇവിടുന്ന് നേരെ വീട്ടിലേക്കായിരിക്കുമല്ലോ അല്ലേ? 3:30 കഴിഞ്ഞതും പോകാനിറങ്ങുന്നവളെ കണ്ടവൻ ചോദിച്ചു. അത് കേട്ടതും കുറച്ചു മുന്നേ അവൻ ചോദിച്ച ചോദ്യമാണ് അവൾക്ക് ഓർമ്മ വന്നത്. എന്തേ, വേറെ എന്തെങ്കിലും ഞാൻ കാണാൻ പോകുവാണെന്ന് കരുതിയാണോ ഈ ചോദ്യം? അത് കേട്ടതും അവന്റെ കൈ അറിയാതെ ഇടത് കവിളിൽ ഒന്ന് തലോടി. അത്രയും നേരം ഭദ്രകാളിയെപ്പോലെ നിന്നവൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ചിരിച്ചത്. ഇതൊരു ശീലമാക്കണ്ട കേട്ടോ. കവിളിനെ ഒഴിഞ്ഞ കൈകൊണ്ട് ഗൗരവത്തോടെയാണ് അവൻ പറഞ്ഞതെങ്കിലും പെണ്ണിനത് പിന്നെയും ചിരിയാണ് നൽകിയത്. അതെ, കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെയൊക്കെ വാങ്ങിക്കൂട്ടും. ഇമ്മണി ചൊടിയോടെ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൾ ബാഗ് തോളിലേക്കിട്ടു. എങ്ങനെയാ നീ പോകുന്നത്? അപ്പോഴാണ് അവൾ അതിനെപ്പറ്റി ആലോചിച്ചത്. ഇങ്ങോട്ട് ഓട്ടോയിലാണ് വന്നത്. കയ്യിലിരുന്ന കാശ് അതുപോലെ കഴിയുകയും ചെയ്തു. ഇനിയിപ്പോ അങ്ങോട്ട് പോകണമെങ്കിൽ കഷ്ടി ബസ്സിന് പോകാനുള്ള കാശ് തപ്പിയെടുത്താൽ കിട്ടത്തുള്ളൂ. അവളുടെ മുഖം വല്ലാതെയായി. കയ്യിലിരുന്ന ലാപ്പെടുത്ത് സെറ്റിയിലേക്ക് വെച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഒന്നുമില്ല, ബസ്സിൽ തിരിച്ചു പോകാം എന്ന് കരുതി. പക്ഷേ ഇവിടെ എവിടെയായിട്ടാ ബസ് സ്റ്റോപ്പ്? ഏ, അപ്പൊ നീ ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ? അത് ഓട്ടോയിൽ. ആ നേരത്ത് ബസ്സിനെ പറ്റി ഒന്നും ആലോചിച്ചില്ല. മുഖം താഴ്ത്തി പറയുമ്പോൾ ശബ്ദം ശരിക്ക് പുറത്തേക്ക് വന്നോന്ന് പോലും അറിയില്ല. എന്നിട്ടാണോ ഇനി നീ അറിയാത്ത ബസ് സ്റ്റോപ്പ് തേടി പോകുന്നത്? അല്പം മുന്നേ ഉണ്ടായിരുന്ന ശാന്തഭാവമല്ല ആ ശബ്ദത്തിലും മുഖത്തും. അത് പതിയെ വലിഞ്ഞു മുറുകുന്നു കണ്ടതും അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ദേഷ്യപ്പെടല്ലേ. ഇറങ്ങാൻ നേരം അവൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടു പറഞ്ഞാൽ പിന്നെ ഒന്ന് കാണും വരെ വെറുതെ വേദനിക്കാൻ വയ്യ. തിരിച്ചും ഓട്ടോയ്ക്ക് പോയാൽ മതി. സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഞാൻ ഓട്ടോ വിളിപ്പിക്കാം. അത് കേട്ടതും പെണ്ണൊന്ന് ഞെട്ടി. ഒന്നാമത് ഓട്ടോയ്ക്ക് കൊടുക്കാൻ കാശില്ല. ഇനിയിപ്പോ കഷ്ടകാലത്തിന് പോയാൽ പോലും വീടിന് മുന്നിലിറങ്ങി അമ്മമ്മ കണ്ടാൽ പിന്നെ തീർന്നു. അയ്യോ, ഓട്ടോയോ? അത് വേണ്ട ഏട്ടാ.
കുറച്ചു മുന്നേ അവനിൽ നിന്നും അയച്ച കൈ അതുപോലെ പിടിച്ചുകൊണ്ട് പെണ്ണിന്റെ കണ്ണിൽ വെപ്രാളം നിറഞ്ഞു. അതെന്താ? അത് ഞാൻ കോളേജിൽ നിന്നും ബസ്സിനല്ലേ തിരിച്ചു ചെല്ലുന്നത്. അല്ലാതെ ഓട്ടോയിലൊക്കെ ചെന്നിറങ്ങുന്നത് അമ്മമ്മയോ ദേവമ്മയോ കണ്ടാൽ. ആ ഓർമ്മയിൽ പോലും പെണ്ണിന്റെ ഉള്ളംകാലിൽ നിന്നൊരു വിറയൽ കയറി. കണ്ടാൽ വയ്യാത്തോണ്ട് ഓട്ടോയിൽ വന്നു എന്ന് പറയണം. വളരെ നിസ്സാരം പോലെയാണ് അവൻ പറഞ്ഞത്. അത് അത് ശരിയാവില്ല. ഏട്ടൻ ബസ് സ്റ്റോപ്പ് പറഞ്ഞു തന്നാൽ മതി, ഞാൻ പൊക്കോളാം. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞവളെ ബാഗിന്റെ വള്ളിയിൽ പിടിച്ച് അവൻ നിന്ന് വലിച്ചതും പെണ്ണ് കൃത്യമായി വന്നവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. ഏട്ടാ! പെട്ടെന്നുള്ള അവന്റെ ആ വലിയിൽ പെണ്ണ് പേടിച്ചു പോയിരുന്നു. ഞാൻ ഇപ്പൊ വീണേനെ. ആ നെഞ്ചിൽ മെല്ലിയൊന്ന് തല്ലി അവൾ ദേഷ്യം കാണിച്ചു. ഞാനുള്ളപ്പോഴോ? അവന്റെ വലത്തെ പുരികം ഉയർന്നു. അവൾ അതിന് മറുപടി പറയാതെ മിഴികൾ താഴ്ത്തുക മാത്രമാണ് ചെയ്തത്. എന്തായാലും നീ ഇന്ന് ഓട്ടോയിൽ പോയാൽ മതി. അറിയാത്ത സ്ഥലത്ത് ബസ്സിലൊന്നും കയറി പോകണ്ട. പിന്നെ വീടിന്റെ മുന്നിൽ വരെ ഓട്ടോ ചെല്ലുന്നതാണ് പ്രശ്നമെങ്കിൽ കുറച്ചു മുന്നേ നിർത്തിയിട്ട് നീ നടന്നു പൊക്കോളൂ. അവളുടെ എല്ലാ ആശങ്കയ്ക്കുമുള്ള ഉത്തരം ആ ഒരുവനിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ എന്തായാലും ബസ്സിന് പോക്ക് നടക്കില്ല. സമ്മതിക്കില്ല രാവണൻ. പക്ഷെ ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ പൈസ. ആലോചനയോടെ നിൽക്കുന്നവളെ നോക്കി പുരികമുയർത്തിയുള്ള ചോദ്യത്തിൽ ഒന്നുമില്ലെന്ന രീതിയിൽ അവൾ പെട്ടെന്ന് ചുമൽ കൂച്ചി. ഓക്കെ, ഞാൻ ഓട്ടോ വിളിക്കാൻ പറയാം. പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞതും അവൾ ആ കയ്യിൽ പിടിച്ചു നിർത്തി. പാതി തിരിഞ്ഞു നോക്കുന്നവൻ കാണുന്നത് മുഖം താഴ്ത്തിയുള്ള അവളുടെ നിൽപ്പാണ്. അരികിലേക്ക് ചെന്നവൻ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. എന്റെ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കാൻ കാശില്ല. ഉണ്ടായിരുന്ന കാശ് മുഴുവനും കൊടുത്താണ് രാവിലെ ഇങ്ങോട്ട് വന്നത്. ആ കണ്ണുകളിലാകെ ചോദ്യമാണെന്നറിഞ്ഞവൾ മറുപടി വളരെ മെല്ലെയാണ് നൽകിയത്. കാശില്ലേ? കേൾക്കാൻ പാടില്ലാതെ എന്തോ കേട്ട പോലത്തെയുള്ള ഞെട്ടലായിരുന്നു അവന്. അവൾ മൂളി. അതെന്താ അങ്ങനെ? നിന്റെ അമ്മമ്മ കാശൊന്നും നിനക്ക് തരാറില്ലേ? തരും. കോളേജിൽ പോകുന്നത് ഞങ്ങൾക്ക് ST അല്ലേ ഏട്ടാ. അപ്പൊ അതിനുള്ള കാശ് മതിയാവില്ലേ? എന്നാലും കോളേജിലൊക്കെ പോകുന്നത് നിങ്ങൾക്ക് വേറെ ചെലവൊന്നുമില്ലേ? അവന്റെ പുരികം ചുരുങ്ങി. വേറെ എന്ത് ചെലവ്? രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിനാണ് പോകുന്നത്. അതിനുള്ള വണ്ടിക്കൂലിയുണ്ട്. ഉച്ചക്കത്തേക്ക് ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ക്യാൻറ്റീനിൽ പൈസ കളയണ്ട. പിന്നെ ബാക്കിയുള്ള കുട്ടികളെ പോലെ ക്ലാസ് കട്ട് ചെയ്യാനും സിനിമ കാണാനും ഹാങ് ഔട്ട് ചെയ്യാനും ഒന്നും പോകാത്തത് കൊണ്ട് അതിനും എനിക്ക് കാശ് വേണ്ട. തന്റെ മുഖത്ത് നോക്കി പറയുന്നവളെ അത്ഭുതത്തോടെയാണ് വംശി നോക്കി നിന്നത്. അതെന്താ? കൂട്ടുകാരുടെ ഒപ്പമൊന്നും പുറത്തു പോകാൻ നിനക്ക് ഇഷ്ടമല്ലേ? അവന്റെ കണ്ണിലെ സംശയം അതായിരുന്നു. അതൊന്നും ശരിയാവില്ല. പെട്ടെന്ന് പറഞ്ഞവൾ മുഖം തിരിച്ചതും അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ആ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. അത് പിന്നെ ഓരോ തവണയും പോകുമ്പോൾ ഓരോരുത്തരുടെ ചിലവായേട്ടാ. 8-10 പേര് കൂടി പോകുമ്പോൾ അറിയാലോ. ഞാൻ. അവളുടെ മുഖം താഴ്ന്നു. അമ്മമ്മ ക്യാഷ് തരാറില്ലേ? ഓ തരും. അമ്മമ്മയും ദേവമ്മയും ഒക്കെ തരും. അമ്മമ്മ കൃത്യം വണ്ടിക്കാശ് മാത്രമേ തരത്തുള്ളെങ്കിലും ദേവമ്മ അങ്ങനല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് 100 രൂപ തരും. രഹസ്യം പോലെ അവനോട് ചേർന്ന് നിന്നാണ് പറച്ചിൽ. അത് എന്റെ അമ്മയുടെയും ഇടയിലുള്ള സീക്രട്ടാ. അമ്മമ്മയോട് പറയാറില്ല. എന്നിട്ട് ആ കാശ് കൊണ്ടുണ്ടല്ലോ. അവളുടെ കണ്ണുകളിൽ വിരിയുന്ന ചിരിയെ അവൻ കൗതുകത്തോടെ നോക്കി. ആ കാശ് കൊണ്ട് ഞാൻ പോയി ഐസ്ക്രീം ഇട്ട ഷാർജ കുടിക്കും. അത്രയും രഹസ്യം പോലെ പറയുന്നവളുടെ ചിരിയിൽ വംശി കുരുങ്ങി കിടന്നുപോയി. പക്ഷെ ഈ ആഴ്ചത്തെ എന്റെ ഷാർജയുടെ കാശ് കഴിഞ്ഞു. അതെടുത്ത ഞാൻ രാവിലെ ഓട്ടോയ്ക്ക് കൊടുത്തത്. പരിഭവം പോലെ പറഞ്ഞുകൊണ്ട് പെണ്ണ് അവനെ നോക്കി മുഖം വീർപ്പിച്ചു. അവളുടെ ഓരോ ഭാവങ്ങളും നിമിഷം കൊണ്ടാണ് മാറുന്നത്. അല്പം മുന്നേ ഇത്രയും സന്തോഷത്തോടെ തന്നോട് കുറുമ്പ് പറഞ്ഞവളാണ് ഇപ്പോൾ പരിഭവം കൊണ്ട് മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്. പെണ്ണിന്റെ ആ രൂപങ്ങളൊക്കെ മനസ്സിലേക്ക് ആവാഹിച്ചും അവൻ അതുപോലെ കണ്ണടച്ചു. എന്നിട്ട് പെട്ടെന്ന് അകത്തേക്ക് പോയി. അതുവരെ തന്നെ ചുട്ടിപ്പിടിച്ചിരുന്ന ചൂട് പെട്ടെന്ന് അകന്നുപോയതും അവൾക്ക് എന്തോ പോലെയായി. കയ്യിൽ നിന്ന് ഊർന്നുപോയ ബാഗ് വീണ്ടും തോളിലേക്കിടാൻ തുടങ്ങിയതും അവൻ കാറ്റുപോലെ ആ മുന്നിൽ വന്ന് നിന്നു. ഇന്ന കയ്യിലിരുന്ന പേഴ്സവൻ അവൾക്കായി നീട്ടി. എന്ത്? അന്തം വിട്ടുകൊണ്ട് പെണ്ണ് പേഴ്സിനെയും അവനെയും മാറി മാറി നോക്കി. ഇതെന്റെ പേഴ്സാണ്. ഇതിൽ നിന്ന് നിനക്ക് എത്ര രൂപ ആവശ്യമാണെന്ന് വെച്ചാൽ എടുത്ത് കയ്യിൽ വെച്ചോ. അവൻ അങ്ങനെ പറഞ്ഞ് ആ പേഴ്സ് അവളുടെ കയ്യിലേക്ക് വെച്ചതും പെണ്ണിന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. ഒപ്പം കണ്ണ് നിറയാനും.
അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.